ആപ്പിൾ സിഡർ വിനെഗർ ശരീരത്തിലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കിത് യൂറിക് ആസിഡ് പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ പ്രമേഹ രോഗികളാണെങ്കിൽ അവർക്കും ഇത് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. ഈ ആപ്പിൾ സിഡർ വിനെഗറിന്റെ പരിമിതമായിട്ടുള്ള ഉപയോഗം ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാനും അതുപോലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനൊക്കെ ഏറെ സഹായിക്കും എന്നിട്ടുള്ള പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. ബാക്ടീരിയ ഉൾപ്പെടെയുള്ള രോഗാണുക്കളെ ഇല്ലാതാക്കാനും ഈ ഒരു വിനാഗിരി സഹായിക്കുന്നുണ്ട്. ആയിട്ടുള്ള അളവിലല്ല നിങ്ങൾ ഇത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഡൈല്യൂട്ട് ചെയ്തിട്ടല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതൊരു അസിഡിക് മീഡിയ ആണെന്ന് ഞാൻ പറഞ്ഞു. 3 മുതൽ 4.5 വരെയാണ് ഇതിന്റെ pH ഉള്ളത്. അപ്പോൾ ഒരു അസിഡിക് മീഡിയ ആയതുകൊണ്ട് തന്നെ വെറും വയറിൽ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നെഞ്ചെരിച്ചിലും പ്രശ്നങ്ങളും ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അസിഡിക് മീഡിയ ആയതുകൊണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് നല്ലത് നിങ്ങൾ ലഞ്ച് കഴിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു അരമണിക്കൂർ മുൻപായിട്ടോ അല്ലെങ്കിൽ ഡിന്നർ കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപായിട്ടോ വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഇനി അത് നമുക്ക് ഹെയർ കെയറിൽ താരൻ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് പോണില്ല എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഞാനിവിടെ പറയാം. ഇതുപോലെ ഒരു കപ്പ്, നമ്മൾ കുളിക്കുന്ന കപ്പിന് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഇതുപോലെ ഒരു 1-2 ടീസ്പൂണ് ആപ്പിൾ സിഡർ വിനെഗർ ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആട്രിക്കേരിയ തുടങ്ങിയിട്ടുള്ള സ്കിന്നിൽ ചൊറിച്ചിലും ഇറിറ്റേഷനും അലർജിയും ഒക്കെ ഉള്ളവർക്ക് കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ചേർത്തിട്ട് ഇത് ദേഹത്ത് ഒഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. 8 ആഴ്ചയിൽ കൂടുതലെങ്കിലും നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ഈ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതും അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിലൊക്കെ വ്യത്യാസം കണ്ടുവരുന്നത്. മാർക്കറ്റിൽ പല രീതിയിൽ ഇത് കിട്ടുന്നുണ്ട്. വളരെ വൈറ്റ് കളറിൽ നമുക്ക് കിട്ടുന്ന ഒരെണ്ണം ഉണ്ട്. അത് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കാൻ ഉപയോഗിക്കരുത്.